ദൈവിക നടത്തിപ്പിൽ ദൈവമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിൽ വിശ്വസ്തനായിരിക്കണം. ബി ഫെയ്ത്ത്ഫുൾ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. കുടുംബത്തിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തന രണ്ടു മൂന്ന് അർത്ഥം. ഒന്ന്, ഫുൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസമുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം, ഒരാത്മാർത്ഥതയുള്ളവരായിരിക്കണം. ഇതെല്ലാം വിശ്വസ്തതയ്ക്കകത്ത് സ്ഥിരതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, വിശ്വാസമുണ്ട്. ഇതെല്ലാം ചേർന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കണം? വിശ്വസ്ത. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നമുക്ക് എന്തുകൊണ്ടായിരിക്കണം? വിശ്വസ്ത. ഭർത്താവ്, ഭാര്യ നമ്മളെ ആക്കിയൊരു പൊസിഷനാ. ആ കടമയും കർത്തവ്യവും നമ്മൾ ചെയ്തേ പറ്റൂ. മൂന്ന്, നമ്മുടെ ജോലിയിൽ, വർക്കിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തയായിരിക്കും. നമ്മൾ ആയിരിക്കുന്ന സ്ഥലം. കുഞ്ഞുങ്ങളാണ്, മക്കളെ നോക്കേ, നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ പഠിക്കുക. പഠനത്തിൽ നിങ്ങൾ എന്തായിരിക്കണം? അവരൊക്കെ പറ വിശ്വസ്തനായിരിക്കണം. അങ്ങോട്ട് പറഞ്ഞ വിശ്വസ്തയായിരിക്കണം എന്ന് പറഞ്ഞേ. കുഞ്ഞുങ്ങൾ പറഞ്ഞ വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ പൊസിഷൻ അല്ല, വിശ്വസ്തയായിരിക്കും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ, ജോലിയുമായി ബന്ധത്തിൽ വിശ്വസ്ത. 4, ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ചർച്ച്. നിന്റെ സഭയിൽ. അതാണ് എബ്രായർ 10:25 പറഞ്ഞേ, ഉപേക്ഷ വിരായിക്കരുതെന്ന്. കൂട്ടായ്മ ബന്ധത്തിലും നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തനായിരിക്കും. അഞ്ചാമത്തെ ഒറ്റ വാക്യം പറഞ്ഞാൽ ലൂക്കോസ് 16:10, ബി ഫെയ്ത്ത്ഫുൾ ഇൻ സ്മോൾ തിങ്സ്. അല്പത്തിൽ, ഏത് കാര്യത്തിലും, ഏത് മേഖലയിലും അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അധികത്തിൽ വിചാരനാക്കുന്നത്. ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കുക. വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണോ? ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ നിങ്ങൾ തയ്യാർ? നിങ്ങളെ ഏൽപ്പിച്ചത് നിൽക്കാൻ തയ്യാറാണോ? മോർദെഖായെ ഉയർത്തി മാനിച്ച ദൈവം എല്ലാം പ്രതികൂലമായതിനെ തിരിച്ചനുകൂലമാക്കിയത്